എല്ലാവർക്കും നമസ്കാരം. സയൻസ് കുന്നംകുളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +1 മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ആകെ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. സാധാരണ രീതിയിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. ഇതെവിടെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ x² + 1 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആവശ്യം വരുന്നത്. അതായത് x² എന്ന് പറഞ്ഞാൽ -1 എന്ന് നമ്മൾ എഴുതും, ശരിയല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതേണ്ടി വരും? എക്സ് √(-1) എഴുതേണ്ടി വരും. പ്ലസ് ഓർ മൈനസ് ഒക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പറുകൾക്ക് എന്തില്ല? റൂട്ട് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നമ്പറാണ് ഐ എന്ന് പറയുന്ന നമ്പർ. ഐ എന്ന് വെച്ചാൽ ഇമാജിനറി, അയോട്ട എന്ന് പറയും. ഓക്കെ, ലാറ്റിൻ വേർഡാണ് അയോട്ട എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ഇമാജിനറി എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനറി നമ്പർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ±i ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, x² + 25 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷനും നമുക്ക് എങ്ങനെ എഴുതാം? x² = -25 എന്ന് എഴുതാം. x² അല്ലെങ്കിൽ x = ±√(-25) എന്ന് നമുക്ക് -25 എന്ന് എഴുതാം. -25 ആയാൽ അതിനെ നമ്മൾ എന്ത് എഴുതും? ±√(-25) × -1 എന്ന് എഴുതും. ദാറ്റ് ഈസ് ±25ൻ്റെ റൂട്ട് 5 ആണ്. -1ൻ്റെ റൂട്ടാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നേരത്തെ ഇവിടെ എടുത്ത പോലെ i ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ x = ±5i എന്ന് കിട്ടും. ഇതുപോലെ നെഗറ്റീവ് നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? i ഉപയോഗിക്കാം. -1 എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടാണ്. i എന്ന് പറഞ്ഞാൽ എന്താണ്? √(-1) ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഇമാജിനറി നമ്പറുകൾ, i എന്ന് പറയുന്ന ഇമാജിനറി നമ്പറുകൾ വരുന്ന നമ്പറുകളെ, അത് വെച്ച് എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോം കൊടുക്കും. z എന്ന് പറഞ്ഞത് ഡിനോട്ട് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു a + ib. a + ib ഫോമിൽ എഴുതുന്ന നമ്പറുകളെയാണ് ഇവിടെ എയും ബിയും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് i എന്ന് പറയുന്നത് √(-1) ആയിരിക്കും. ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഒന്ന് എ എന്ന് പറഞ്ഞൊരു ഭാഗവും പിന്നെ ib എന്ന് പറഞ്ഞൊരു ഭാഗവും കാണാം അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഭാഗത്തിനെ നമ്മൾ റിയൽ പാർട്ട് എന്നാണ് പറയുക. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ അത് എ ആണ്. റിയൽ പാർട്ട് എന്താ പറയുന്നത്? റിയൽ പാർട്ട്, രേഖീയ ഭാഗം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, അവിടെ റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ആ എ എന്ന് പറഞ്ഞ റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത് വരുന്ന ഈ ഭാഗം ib എന്ന് പറഞ്ഞ ഭാഗം, അതിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നാണ് പറയുക. അത് പക്ഷേ ഇമാജിനറി ഓഫ് z എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ബി എന്നാണ്. ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ബി ആണ്, ഐ എഴുതണ്ട. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് ഇമാജിനറി പാർട്ട് എന്നാണ്. ഇമാജിനറി പാർട്ട്, സാങ്കല്പിക ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കോംപ്ലക്സ് നമ്പറിന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ, ഇപ്പോൾ 2 + 3i ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിൻ്റെ റിയൽ പാർട്ടാണ്, റിയൽ പാർട്ട് ഓഫ് 2 + 3i ആണ് എന്ത്? 2 അല്ലേ. ഇമാജിനറി പാർട്ട് ഓഫ് 2 + 3i ആണ്
3. ഓക്കെ, -2 മൈനസ് ഐ, ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് -2 മൈനസ് ഐ ഇസ് -2, സൈനും കൂടെ എടുക്കണം. ഓക്കെ, ആൻഡ് ഇമാജിനറി പാർട്ട് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് -2 മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്, -1. സംഭവം പിടി കിട്ടിയോ? ഓക്കെ, അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ, ഏത് ഫോമിലാണ് കോംപ്ലക്സ് നമ്പർ എഴുതുക എന്ന് മനസ്സിലായി. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ എഴുതാം എന്നും മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? Numbers of the form z equal to a plus ib, where a and b are real numbers and I equal to root of -1. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? സംശയങ്ങളൊന്നുമില്ല. ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആൾജിബ്ര എന്ന് വെച്ചാൽ അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പോളാർ ഫോം, അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഈ പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, ഇതിനെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, കുറച്ച് വലിയ പവേഴ്സ് ഒക്കെ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതിൻ്റെ ആൾജിബ്രയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ ആദ്യം പവേഴ്സ് ഓഫ് ഐ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഐയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം റൂട്ട് ഓഫ് -1 ആണ്. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ്. പക്ഷെ നമ്മൾ ഐനെ ഒരിക്കലും റൂട്ട് ഓഫ് -1 എന്ന് എഴുതില്ല. റൂട്ട് ഓഫ് -1 വന്നാൽ ഐ ആണ് നമ്മൾ എഴുതുക. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ എപ്പോഴും ഐയുടെ ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. ഓക്കെ, i⁻1 എന്ന് പറഞ്ഞാൽ ഐ ഫസ്റ്റ് പവർ. ഇനി ഐ സ്ക്വയർ എന്ന് നമ്മൾ എടുക്കും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? -1. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അടുത്ത നോക്കിക്കോളൂ, ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു -1 ആണെന്ന് പറഞ്ഞു. -1 ഇൻറ്റു ഐ, അപ്പോൾ അതെന്തായിരിക്കും? -i ആയിരിക്കും. അപ്പോൾ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? -i ആണ്. i⁻4 ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതാലോ. -1 ഇൻറ്റു -1 എന്ന് എഴുതാം. അതെന്താണ്? +1 ആണ്. ഓക്കെ, അപ്പോൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് നോക്കിക്കോളൂ. i⁻1 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i, i⁻4 എന്ന് പറഞ്ഞാൽ 1. ഇനി അഞ്ചാമതൊരു പവർ നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്, i⁻5. എങ്ങനെയാണ് നമ്മൾ എഴുതാം? i⁻4 ഇൻറ്റു ഐ, ശരിയല്ലേ? i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഐ എന്ന് വെച്ചാൽ എന്ത് വരും? ഐ എന്ന് വരും. i⁻6 എഴുതുകയാണ് നമ്മൾ. i⁻4 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതും. i⁻4 1 ആണ്. ഐ സ്ക്വയർ -1 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ -1. i⁻4 ഇൻറ്റു ഐ ക്യൂബ് അല്ലേ? i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? -i ആണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇത് -i എന്ന് വരും. i⁻8 എന്ത് വരും? i⁻4 ഇൻറ്റു i⁻4 എന്ന് എഴുതാം. i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു 1, i⁻4 again 1, അപ്പോൾ ഇത് 1 വരും. നോക്കിക്കേ, i⁻5, i⁻6, i⁻7, i⁻8 ഈ കാണുന്ന 4 പവേഴ്സിൻ്റെ അല്ലേ നമുക്ക് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിയത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഐയുടെ 4 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന പവറുകളൊക്കെ എന്തായിരിക്കും? അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഐക്ക് ആകെ നമുക്ക് 4 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് പറയാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഐ, പിന്നെ ഐ സ്ക്വയർ ഈക്വൽ ടു -1, പിന്നെ ഐ ക്യൂബ് ഈക്വൽ ടു -i, i⁻4 ഈക്വൽ ടു 1. ഈ 4 ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ഐ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. i⁻4n എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. i⁻8 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി i⁻12 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. i⁻16 പറഞ്ഞാൽ 1 ആയിരിക്കും. i⁻20 1 ആയിരിക്കും. അപ്പോൾ ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതൊക്കെ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെച്ചോളൂ. ഇനി ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എന്തിനാണ് ഇത്ര പഠിക്കുന്നത്? കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഇത്രയും വലിയ പവേഴ്സൊക്കെ. i⁻19 ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? i⁻19 കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെ ഇതുപോലെ ഐയുടെ പവേഴ്സ് വരുന്ന എക്സ്പ്രഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഐയുടെ പവേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്. i⁻19 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
ഈ 19ന്റെ നിയറസ്റ്റ് 4ന്റെ മൾട്ടിപ്ലൈ ഏതാണ് നോക്കുക, 16 അല്ലേ. അപ്പോൾ I raised to 16 plus 3 എന്ന് എഴുതാലോ 19നെ. ദാറ്റ് ഈസ് I raised to 16 into I cube എന്ന് എഴുതാം. I raised to 16 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. I cube നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് I cube എന്ന് പറഞ്ഞാൽ മൈനസ് I ആണ്. അപ്പോൾ അതവിടെ മൈനസ് I കൊടുക്കും. ദാറ്റ് ഈസ് I raised to 19 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് I ആണ്. സംഭവം പിടി കിട്ടിയോ? അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയുടെ പവേഴ്സ് പഠിക്കുന്നത് വലിയ പവേഴ്സ് ഒക്കെ വരുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയുടെ പവേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് I, പിന്നെ I square minus 1, I cube minus I raised to 4, 1. ക്ലിയർ ആണല്ലോ? ഇതെല്ലാം എന്താണ്, പോസിറ്റീവ് പവേഴ്സ് ഓഫ് I ആണ്. ഇനി നമുക്ക് എന്ത് പഠിക്കണം, നെഗറ്റീവ് പവേഴ്സ് ഓഫ് I പഠിക്കണം. നെഗറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ I raised to minus 1 എന്ന് വെച്ചാൽ എന്ത് എഴുതാം നമുക്ക്, 1/I എന്ന് എഴുതാലോ. ഈ ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ ഒരിക്കലും നമ്മൾ എഴുതില്ല. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു I കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്തുകൊണ്ടാണ് I കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ I into I എന്ന് പറഞ്ഞാൽ I square minus 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരില്ല, പിന്നെ കോംപ്ലക്സ് നമ്പർ വരില്ല. അങ്ങനെ കോംപ്ലക്സ് നമ്പർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ I വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, I കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1 into I എന്ന് വരും. I into I square അല്ലേ. ദാറ്റ് ഈസ് I square minus 1. അപ്പോൾ എന്താ കിട്ടാൻ, മൈനസ് I raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് I ആണ്. ഇതേപോലെ I raised to minus 2 നോക്കിക്കേ, 1/I square. അത് നമുക്കറിയാം 1/-1 ആണ്. അത് എളുപ്പത്തിൽ നമുക്ക് -1 എന്ന് എഴുതാം. ശരിയല്ലേ? I raised to minus 3 അതെന്താണ്, 1/I cube ആണ്. 1/I cube എന്ന് പറഞ്ഞാൽ -I ആണ് നമുക്കറിയാം. ഒരു I കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തോളൂ. I കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 1 into I minus I square അല്ലേ. ദാറ്റ് ഈസ് I square എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ അത് മൈനസ് കൂടെ എന്തായി, പ്ലസ് ആയി. അപ്പോൾ അത് I വരും. I raised to minus 3 എന്ന് പറഞ്ഞാൽ I ആണ്. അതേപോലെ I raised to minus 4 എളുപ്പമാണ്, 1/I raised to 4 അല്ലേ. I raised to 4 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ 1 നേരിട്ട് നമുക്ക് കിട്ടും. ഈ 4 ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് I ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. I raised to minus 1 എന്ന് പറഞ്ഞാൽ I raised to minus 2 എന്ന് പറഞ്ഞാൽ -1, I raised to minus 3 എന്ന് പറഞ്ഞാൽ I raised to minus 4 എന്ന് പറഞ്ഞാൽ 1. അഗെയിൻ ഇനി അടുത്ത പവേഴ്സ് ഒക്കെ നെഗറ്റീവ് പവേഴ്സ് എടുക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ആ റിപ്പീറ്റേഷൻ പവേഴ്സ് ഓർത്ത് വെച്ചോളൂ. ഈ കാണുന്ന 4 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് ഉണ്ടാവുക. I raised to minus 4n എന്ന് പറഞ്ഞാൽ എന്താണെന്നും പഠിക്കുക, 1 ആണെന്ന് പഠിക്കുക. പോസിറ്റീവ് പവർ പഠിച്ച പോലെ തന്നെ നെഗറ്റീവ് പവറിൻ്റെയും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പവർ വരുന്നതെങ്കിൽ അത് എന്താണ്, 1 ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. I raised to minus 25 എങ്ങനെ എഴുതാം നമുക്ക്, I raised to minus 25. I raised to minus 24 -1 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് I raised to minus 24 into I raised to minus 1. I raised to minus 24 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 24 എന്നുള്ളതുകൊണ്ട് അത് 1 ആയിരിക്കും. പിന്നെ I raised to minus 1. I raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താ, -I ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇനി മറ്റൊരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. I raised to minus 19 എങ്ങനെ നമ്മൾ എഴുതും, I raised to minus 19 നമുക്ക് I raised to minus 20 plus 1 എന്ന് എഴുതാലോ. ശരിയല്ലേ? -20 plus 1 എന്ന് പറഞ്ഞാൽ -19 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I raised to minus 20 into I എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. I raised to minus 20 എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, 1 into I. ഇത് I മാത്രമാണ് വരിക. എഴുതിയോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഡിയ കിട്ടിയോ? എന്താണ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് I, എന്താണ് പോസിറ്റീവ് പവേഴ്സ് ഓഫ് I. നെഗറ്റീവ് പവേഴ്സ് ഓഫ് I എന്ന് പറയുന്നത് ഇതാണ്. I raised to minus 1 is I raised to minus 2 is -1, I raised to minus 3 is and I raised to minus 4 is 1. ഈ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. 2 കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, 2 കോംപ്ലക്സ് നമ്പേഴ്സ്, ഇപ്പോൾ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ A plus IB എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ C plus ID എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. Z1 plus Z2 ഡയറക്റ്റ് ആണ് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യാം. A plus C അല്ലേ, A plus C എന്ന് എഴുതാം. പിന്നെ IB plus ID ആണ്. I ഇങ്ങോട്ട് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാം നമുക്ക്, B plus D. അപ്പോൾ റിയൽ പാർട്ട് ആഡ് ചെയ്യുക, പ്ലസ്
ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക. ഇതാണ് അഡീഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നോക്കുക, 2 + 3i ആൻഡ് 1 + 2i ഇങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 + 1 3 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 3i + 2i എത്ര ഐ ഉണ്ട്? ടോട്ടൽ 5i ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം? 5i എന്ന് എഴുതാം. ശരിയാണല്ലോ? അപ്പോൾ 1 - 2i 3 + i ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. ഇപ്പോൾ റിയൽ പാർട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 3 4 എന്ന് വരും. പിന്നെ -2i + i ആണ്. -2i + i എന്ത് വരും? -i എന്നല്ലേ വരിക. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, അഡീഷൻ വളരെ എളുപ്പമാണ്. ഇനി വേറൊരു അഡീഷൻ കൂടെ നോക്കിക്കോളൂ. 3i + 1 + 2i ഇങ്ങനെ ആഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 3i എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ ഇവിടെ എന്തില്ല? ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തോളൂ. സാധാരണ ആഡ് ചെയ്യുന്ന പോലെ 0 + 1 1 + 3i + 2i 5i. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയാം. ഒരു കോംപ്ലക്സ് നമ്പർ, ഇപ്പോൾ 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് 0 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ, ഇതിനെ നമ്മൾ പ്യുവർലി ഇമാജിനറി എന്ന് പറയും കേട്ടോ. പ്യുവർലി ഇമാജിനറി. എന്തുകൊണ്ടാണ്? അതിൽ റിയൽ പാർട്ട് ഇല്ല, അത് പ്യുവർലി ഇമാജിനറി ആണ്. ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ അതിന്, അല്ലേ? അങ്ങനത്തെ നമ്പറിനെ പ്യുവർലി ഇമാജിനറി എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് റിയൽ നമ്പർ ആയിട്ടുള്ള 4നെ ഏത് ഫോമിൽ എഴുതാം? കോംപ്ലക്സ് ഫോമിൽ നമുക്ക് എഴുതാം. 4നെ എങ്ങനെ എഴുതാൻ പറ്റും? 4 + 0i എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇതിനെ നമ്മൾ എന്ത് പറയും? പ്യുവർലി റിയൽ എന്ന് പറയും. പ്യുവർലി റിയൽ, അത് മുഴുവനായിട്ടും റിയൽ നമ്പറാണ്. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? കോംപ്ലക്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളതും കൂടെ പഠിച്ചോളൂ. ഇത് ഞാൻ ആദ്യം പറയേണ്ടായിരുന്നു, വിട്ടുപോയതാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അഡീഷൻ ക്ലിയർ ആയല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനും ചെയ്യുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്, z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ a + ib, z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ c + id. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. z1 - z2 എന്താ നമ്മൾ ചെയ്യേണ്ടത്? റിയൽ പാർട്ട് മൈനസ് ചെയ്യുക. a - c പ്ലസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് പ്ലസ്, i × b - d അല്ലേ? b - d. ശരിയല്ലേ? ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. ഇപ്പോൾ 2 + i - 3 + 2i ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, 2 + iയിൽ നിന്നും 3 + 2i മൈനസ് ചെയ്യണം. 2ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 2 - 3 എന്താണ്? -1. ഓക്കെ, പിന്നെ iയിൽ നിന്നും 2i മൈനസ് ചെയ്യണം. i - 2i അതെന്ത് വരും? -i എന്ന് വരും. സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സ്, സാധാരണ നമ്പേഴ്സ് മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ, യാതൊരു വ്യത്യാസവും. ഓക്കെ, പിന്നെ 1 - i -2 + 3i മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. അപ്പോൾ റിയൽ പാർട്ട് കൂടെ മൈനസ് ചെയ്യുക. എങ്ങനെ മൈനസ് ചെയ്യാം? 1 - -2 എഴുതി നോക്കാൻ വേണമെങ്കിൽ ഇവിടെ 1 - -2. ഓക്കെ, പ്ലസ് അടുത്തതോ -i - 3i. ശരിയല്ലേ? ഇവിടെ മൈനസ് ആണ്, ഇവിടെ ഇത് -3i എന്ന് വരും. നടുക്ക് പ്ലസ് നമ്മൾ എഴുതുന്നു മാത്രം. അപ്പോൾ എന്ത് വരും? 1 + 2 3 എന്ന് വരും. ഇതോ -i - 3i -4i അല്ലേ? എന്ത് വരും? -4i. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. എളുപ്പമാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ട്രാക്ഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ a + ib ആൻഡ് z2 = c + id എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും? z1 × z2 നമുക്ക് ഡയറക്റ്റ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. a + ib × c + id. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. a × c ac, a × id പ്ലസ് iad എന്ന് വരും അല്ലേ? പിന്നെ ib × c ibc എന്ന് വരും. ib × id പ്ലസ് i² bd എന്ന് വരും. കാരണം i × i വന്നിട്ടുണ്ട്, i². ഓക്കെ, നോക്കുക. ac ഇവിടെ i കോമൺ ആയിട്ട് നമ്മൾ എടുത്തു, i ×
എ ഡി പ്ലസ് ബി സി എന്ന് എഴുതാം. പിന്നെ ഇവിടെയോ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്, മൈനസ് ബി ഡി. അപ്പോൾ അത് റിയൽ പാർട്ടാണ് അല്ലേ, ഇമാജിനറി ഐ ഇല്ല അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ ഈ റിയൽ പാർട്ടിൻ്റെ കൂടെ എഴുതാം. എ സി മൈനസ് പി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ഇതാണ് ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ ഈ ഫോമുല പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയില്ല, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 + 2i ഇൻറ്റു 3 + i എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലോ. 1 × 3 3, 1 × i i, 2i × 3 + 6i, 2i × i + 2i square അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + i + 6i 7i വരും. പിന്നെ 2 × i square -2 ആണ് വരിക അല്ലേ, -2. ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും? 3 - 2 1 വരും. 1 + 7i 1 + 7i ഉണ്ട്. ശരിയല്ലേ മൾട്ടിപ്ലിക്കേഷൻ? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 3 - i ഇൻറ്റു -1 + 2i. ഓക്കെ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 3 × -1 -3, 3 × 2i + 6i, -i × -1 + i, -i × 2i -2i square എന്ന് വരും. ഓക്കെ, -3 + 7i -2i square. ഇവിടെ -2 × -1 അത് +2 ആയിട്ട് മാറും. അഗെയിൻ എന്താ കിട്ടുക? -1 + 7i. ശരിയല്ലേ, -1 + 7i. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്ത് വെറുതെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ സ്ക്വയർ ഉണ്ടാവും ആ മൾട്ടിപ്ലിക്കേഷനിൽ. അത് എന്തായിട്ട് എഴുതണം? നമ്മൾ -i ആയിട്ട് എഴുതണം. ഓക്കെ, ഡയറക്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z1 = a + ib തന്നിട്ടുണ്ട്. അതുപോലെ z2 = c + id തന്നിട്ടുണ്ടോ വിചാരിക്കാം. z1/z2 എന്ന് പറഞ്ഞാൽ എന്താണ്? a + ib / c + id. ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു കാര്യം പഠിച്ചു വെക്കണം. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എന്താണ്? ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z, അത് a + ib ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z⁻ എന്നാണ്. അതെന്തായിരിക്കും? a - ib ആയിരിക്കും. ഈ നടുക്ക് കാണുന്ന ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക. നടുക്ക് കാണുന്ന ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രം നമ്മൾ മാറ്റി എഴുതുക. അതായത് എക്സാമ്പിൾ പറയാം, 2 + 3i ആണ് കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക? 2 - 3i എന്ന് വരും അല്ലേ, നടുക്കുള്ള സൈൻ മാറ്റുക. -2 + i ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക? -2 - i എന്ന് എഴുതാം. നടുക്കുള്ള സൈൻ മാത്രം, ഐയുടെ കോഎഫിഷ്യൻറ്റ് സൈൻ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. റിയൽ പാർട്ടിൻ്റെ സൈൻ മാറ്റണ്ട. അത് മൈനസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് തന്നെ എഴുതാം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് തന്നെ എഴുതാം. സംഭവം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോൺജുഗേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന കോംപ്ലക്സ് നമ്പറിനെ അത് കോംപ്ലക്സ് അല്ലാതെ ആക്കാൻ, റിയൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് ഉപയോഗിക്കുന്നത്. എന്താ കാര്യം? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. z × z⁻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് a + ib × a - ib എന്ന് കിട്ടും അല്ലേ. ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ a² - ib ² എന്ന് എഴുതാം നമുക്ക്. ശരിയല്ലേ? a² - i² d² എന്ന് എഴുതാൻ പറ്റും. a² i² എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇത് പ്ലസ് ആയില്ലേ? അപ്പോൾ ഇവിടെ എന്തില്ല? ഇനി കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തില്ല? ഐ ഇല്ല അല്ലേ. അപ്പോൾ ഐ അവിടെ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൽ കാണുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്തെടുക്കുന്നത്? ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താഴെ വരുന്ന നമ്പർ നമ്മൾ ശ്രദ്ധിച്ചോളൂ. c + id × c - id. അത് എപ്പോഴും എന്തായിരിക്കും വരിക? റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ അത് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. c² + d². മൈനസ് എഴുതണ്ടേ ഐ എഴുതണ്ടേ എന്നൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കുക. മൈനസ് ഇല്ല, ഐ ഇല്ല, c² + d² മാത്രം. ഇനി സാധാരണ കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് പോയി? ആ കോംപ്ലക്സ് നമ്പർ ഐ പോയി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യുന്നത്.
ഐഡിയ കിട്ടിയോ? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ കോൺജുഗേറ്റ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തും കൂടെ പറഞ്ഞു വയ്ക്കാം, മോഡുലസ് എന്താണെന്നും കൂടെ പറഞ്ഞു വയ്ക്കാം. മോഡുലസ് ഓഫ് z, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു a പ്ലസ് ib ആണെങ്കിൽ അതിൻ്റെ മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മോഡ് z എങ്ങനെയാണ്? അത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് എന്താ? മോഡ് z-ൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. അത് ആ റിസൾട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z-ൻ്റെ സ്ക്വയർ ആണ്. z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ മോഡ് z എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആയിരിക്കും. മോഡ് z എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. മോഡ് z റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അപ്പോൾ z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z സ്ക്വയർ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഡിവിഷൻ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 3 മൈനസ് i. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്ററിലുള്ള 1 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 3 മൈനസ് i, ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ ആണ് എന്ത്? 3 മൈനസ് i. അതിൻ്റെ കോൺജുഗേറ്റ് എന്താ? 3 പ്ലസ് i. മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ നോക്കി ഇനി സമയം കളയണ്ട. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നാണ് എഴുതുന്നത്. ഇവിടെ b എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ് കേട്ടോ. i അല്ല, ഐയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നാണ് ഡിനോമിനേറ്റർ എഴുതേണ്ടത്. ന്യൂമറേറ്റർ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ? 1 പ്ലസ് 2i ഇൻറ്റു 3 പ്ലസ് i. അത് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നോക്കിയേ, 1 ഇൻറ്റു 3 3, പിന്നെ 1 ഇൻറ്റു i പ്ലസ് i, 2i ഇൻറ്റു 3 6i, 2i ഇൻറ്റു i 2i സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ 10 എന്ന് താഴെ വരും. ശരിയല്ലേ? 10 അല്ല, 3 സ്ക്വയർ 9 പ്ലസ് 1 10. യെസ്, 10 എന്ന് താഴെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ മുകളിൽ 3 പ്ലസ് 7i മൈനസ് 2 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് 3 പ്ലസ് 7i ബൈ 10. ഇതാണ് ഇതിൻ്റെ ഡിവിഷൻ. ഇത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 3/10 പ്ലസ് 7/10i എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് ഡിവിഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിനകത്ത് ആകെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം കൂടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നുള്ളതാണ്. ഒരു കോംപ്ലക്സ് നമ്പർ z ഉണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z ആണ്. എന്ന് വെച്ചാൽ z ഇൻറ്റു 1/z ആണ് നമുക്ക് എന്ത് കിട്ടുക? 1 കിട്ടുക. അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുക? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ z-ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/z. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ 1/z കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/z ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള z-ൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഡിവിഷൻ ആണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ z ബാർ വരും, ഡിവൈഡഡ് ബൈ z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് z സ്ക്വയർ. അപ്പോൾ z ഇൻവേഴ്സ് എന്നാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് z ബാർ ബൈ മോഡ് z സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, z ബാർ ബൈ മോഡ് z സ്ക്വയർ. എക്സാമ്പിൾ പറയാം. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 പ്ലസ് 3i. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ 2 പ്ലസ് 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z ഈക്വൽ ടു 2 പ്ലസ് 3i നമ്മൾ എഴുതി കഴിഞ്ഞാൽ z ഇൻവേഴ്സ് എങ്ങനെ എഴുതും നമ്മൾ? z ബാർ ബൈ മോഡ് z സ്ക്വയർ എന്ന് എഴുതും അല്ലേ. z ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് 2 മൈനസ് 3i ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, അതായത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എത്ര കിട്ടും നോക്കിയേ? 2 മൈനസ് 3i ബൈ 4 പ്ലസ് 9, അതായത് 2 മൈനസ് 3i ബൈ 13 എന്ന് വരും. ഇതാണ് എന്ത്? z ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പഠിച്ചു അല്ലേ. കോംപ്ലക്സ് നമ്പർ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ആൾജിബ്രയാണ് നമ്മൾ പഠിച്ചത്. അതിൽ പവേഴ്സ് ഓഫ് i നോക്കി. പവേഴ്സ് ഓഫ് i ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പവേഴ്സ്. നെഗറ്റീവ് പവേഴ്സും നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് പവേഴ്സ് ഓഫ് iയും നമ്മൾ പറഞ്ഞു.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അഡീഷൻ, രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് പഠിച്ചു. സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ, സബ്ട്രാക്ഷൻ പഠിച്ചു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ കൂടെ ഡിവിഷനും പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ആ ഡിവിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കോംപ്ലക്സ് നമ്പറിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്, കോൺജുഗേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, കോൺജുഗേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മോഡുലസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, മോഡുലസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കേണ്ടത്. ആകെ ഇത്രയാണ് ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലത്തെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.